ഇന്നത്തെ അറിയിപ്പുകൾ. ഓണക്കാലത്ത് നൽകിയ ആനുകൂല്യം തുടരാൻ സപ്ലൈകോ. ഏതാനും ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചേക്കും. ഓണക്കാലത്തെ വിലയിളവിൽ സപ്ലൈകോ റെക്കോർഡ് വരുമാനം നേടിയിരുന്നു. ഓണക്കാലത്ത് കുറഞ്ഞ വിലയ്ക്ക് വെളിച്ചെണ്ണ, അരി, മുളക് എന്നിവ നൽകിയതിനാൽ ജനം കടകളിലേക്ക് ഒഴുകി വന്നിരുന്നു. അന്ന് ഏജൻസികൾ വഴി ശേഖരിച്ച വെളിച്ചെണ്ണയുടെ വിലയിൽ ഒരു തവണ കൂടി വിലക്കുറവ് പറ്റുമോ എന്ന് നോക്കും. 339 രൂപയാണ് നിലവിലെ വില. കൊപ്ര വില 290 രൂപയിലും താഴ്ന്നിരുന്ന സമയത്തെ ബാച്ച് ആയതിനാൽ ഇനിയും വില കുറയ്ക്കാൻ പറ്റിയേക്കും. പക്ഷേ ഓണത്തിന് ശേഷം പുറം വിപണികൾ വെളിച്ചെണ്ണ വില തിരിച്ചു കയറുന്നത് വെല്ലുവിളിയാണ്. FCI ഉദാര നയം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അരി കാര്യമായി ശേഖരിച്ച് 25 രൂപ നിരക്കിൽ കൊടുക്കാൻ കഴിയുമോ എന്നും നോക്കും. ഓണത്തിന് കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ 20 കിലോ അരിയാണ് ഓരോ കാർഡിനും നൽകിയത്. നിലവിൽ സപ്ലൈകോ വില 33 രൂപയാണ്. സബ്സിഡി രഹിത ഉൽപ്പന്നങ്ങളിൽ കമ്പനികളുമായി സംസാരിച്ച ഓണക്കാല ആനുകൂല്യം തുടരാൻ പറ്റുമോ എന്നും നോക്കുന്നുണ്ട്. വില താരതമ്യമടക്കമുള്ള വിഷയങ്ങളുമായി 16, 17 തീയതികളിൽ സപ്ലൈകോ മാനേജ്മെന്റുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. വില കുറയ്ക്കാൻ പറ്റുന്നവയെല്ലാം കുറയ്ക്കുമെന്നാണ് സർക്കാർ നയം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം ഉടൻ കേരളത്തിൽ നടപ്പാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. 2002 പട്ടിക അടിസ്ഥാനമാക്കിയാണ് വോട്ടർ പട്ടിക പുതുക്കുക. ബീഹാറിൽ തുടക്കമിട്ട വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം കേരളത്തിലും നടപ്പാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പൂർത്തിയാക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയക്രമം പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് പട്ടിക പുതുക്കൽ തുടങ്ങുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2002 പട്ടിക അടിസ്ഥാനമാക്കിയാണ് വോട്ടർ പട്ടിക പുതുക്കുക. ഇതിന് 3 മാസം വേണ്ടിവരുമെന്ന് CEO പറഞ്ഞു. 2002 പട്ടികയിലുള്ളവർ പേര് നിലനിർത്താൻ പുതിയതായി രേഖകൾ നൽകേണ്ട. 2002 ശേഷം പേര് ചേർത്ത 2005 പട്ടികയിലുള്ളവർ കമ്മീഷൻ ആവശ്യപ്പെടുന്ന രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നൽകണം. ആധാർ കാർഡും രേഖയായി പരിഗണിക്കും. ഇന്ത്യൻ പൗരത്വമുള്ളവർക്കും 18 വയസ്സ് പൂർത്തിയായവർക്കും നിയമപ്രകാരം അയോഗ്യത ഇല്ലാത്തവർക്കും SIR നടപടികൾ പൂർത്തിയാക്കി പട്ടികയിൽ പേരുറപ്പാക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ചവരുടെ കണക്കിൽ വ്യക്തത വരുത്തിയ ആരോഗ്യവകുപ്പ്. രോഗം ബാധിച്ച് സംസ്ഥാനത്ത് ഈ വർഷം മരിച്ചത് 17 പേർ മാത്രം. ഈ മാസം മാത്രം 7 മരണമാണ് സ്ഥിരീകരിച്ചത്. 66 പേർക്ക് ഇതുവരെ രോഗം ബാധിച്ചുവെന്നും ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൾ പറയുന്നു.